ജിഹാദ് ഭീകരതയാണ് എന്ന് തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ ജിഹാദുൽ അക്ബർ എന്ന ഒരു സാങ്കേതിക പദം ഉപയോഗിച്ച് എന്നാൽ ഇത് എന്തായിരുന്നാലും അത് ഭീകരതയായിരിക്കും എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ജിഹാദുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അത് സ്വന്തത്തോടുള്ള ജിഹാദാണ്, സ്വന്തം ദേഹേച്ഛയോടുള്ള തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ജിഹാദാണ് എന്ന് ഒരു അമുസ്ലിമിൻ്റെ നാവിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. മാത്രവുമല്ല ഇവിടെ കാണിക്കണ്ടായി മതവിമർശനത്തിന് എല്ലാവിധ മാന്യതയുടെ അങ്ങനെ ഒന്നും ഉണ്ടോയെന്നറിയില്ല, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ്. സോഷ്യൽ മീഡിയ നോക്കുന്ന ആളുകൾക്കറിയാം, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെളിവാരി എറിയാണ്, മാലിന്യം കൊടുന്ന് തള്ളുകയാണ്. ഈ മനുഷ്യനും ഇയാളെപ്പോലെയുള്ള അയാളുടെ അനുയായികളും ഒന്നോ രണ്ടോ അല്ല, സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ പറയാൻ പാടില്ലാത്ത അങ്ങേയറ്റം വൃത്തികെട്ട വാചകങ്ങൾ പറയുന്ന ആളുകൾക്ക് എന്തും ചെയ്യാമെന്നുള്ളതാണല്ലോ. ഇവരെ പോലുള്ള ആളുകളെ പലരും ഇങ്ങനെ മഹത്വവൽക്കരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഈ ചാനലുകാരെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. ഇയാൾക്കൊക്കെ അവസരം കൊടുക്കുന്ന, വേദി കൊടുക്കുന്ന ചില ടെലിവിഷൻ ചാനലുകളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി അരക്കാശിൻ്റെ വില കൽപ്പിക്കാത്ത ഒരു ന്യൂനപക്ഷ അപരവൽക്കരണത്തിന് ഇവിടുത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണിവർ. RSS രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിന്ന് മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കാൻ കൂട്ടുനിൽക്കുന്ന ആളുകളാണ്. അവരുടെ പലരുടെയും പല വിഭവങ്ങളും കൈപ്പറ്റിയിട്ട് അങ്ങനത്തെ ആളുകൾക്ക് ചാനലുകളിൽ അവസരം കൊടുക്കുന്ന ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കണമെന്ന് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഇതിവിടെ അവസാനിക്കുന്നില്ല. ഇത്തരം ആളുകൾ പരലോക വിശ്വാസക്കായി ബന്ധപ്പെട്ടുമല്ലാത്ത കാര്യങ്ങളിലും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിവിടെ മനസ്സിലാക്കാനുണ്ട്. നമ്മോടൊപ്പം ഷംജാസ് കെ അബ്ബാസും താജുദ്ദീൻ സുലാഹിയും ചേരുകയാണ്. രണ്ടുപേരെയും ഈ വിഷയാവതരണത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ചില മണ്ടത്തരങ്ങളൊക്കെ ഇംഗ്ലീഷിലുള്ള 2 വേർഡും കൂടെ ഒരു സയൻസും പിന്നെ 2 പഞ്ച് ഡയലോഗും ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ തരിച്ചിരുന്ന് കേട്ടു പോകാൻ സാധ്യതയുണ്ട്. പരലോക വിശ്വാസം, മരണം, മരണത്തിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ച് ഈ യുക്തി ഒട്ടുമില്ലാത്ത, യുക്തിക്ക് വാദം പിടിച്ചു പോയ ഈ ചങ്ങാതിമാർ, ദൈവനിഷേധികൾ, നിരീശ്വരവാദികൾ പലപ്പോഴും പറയുന്നതിലെ കുറേ കോൺട്രഡിക്ഷനുകളുടെ ഒരു കളക്ഷനാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ നമുക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ പ്രസൻറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം പറഞ്ഞു തുടങ്ങാം. കേരളത്തിലെ ഒരു പ്രദേശത്തെ ഒരു മനുഷ്യൻ രാവിലെ എണീറ്റപ്പോൾ ഇന്നലെ രാത്രി വരെ കാഴ്ചയുണ്ടായിരുന്ന മനുഷ്യന് ഇന്ന് രാവിലെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാഴ്ച ശക്തിയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വാഭാവികമായിട്ടും ആ വ്യക്തി അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ഒരു മുസ്ലിം ആകുമ്പോൾ പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുമ്പോൾ, പുണ്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ അയാൾക്ക് അതിജീവിക്കാൻ കഴിയും. അയാൾ സ്വാഭാവികമായും അതിജീവിച്ചു. ആദ്യത്തെ മണിക്കൂറുകൾക്ക് ശേഷം അയാൾ അതിജീവിച്ചു. അയാൾക്ക് ലഭിക്കുന്ന പുണ്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും ഒക്കെ വെച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ അയാളോട് പറഞ്ഞു, നിങ്ങൾക്കിത് പെട്ടെന്ന് വന്ന അസുഖമല്ലേ, നമുക്കിനിയുള്ളത് നമ്മളെ 2 കുട്ടികളാണ്, അവരുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇതേ അസുഖം ഈ 2 മക്കൾക്കും ജനറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായി ഈ 2 മക്കൾക്കുണ്ട്. ഇത് അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കാര്യം ഡോക്ടർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഈ ചോദ്യം ഒരു യുക്തിവാദിയോട് ചോദിക്കുമ്പോൾ പറയണ മറുപടി എന്തായിരിക്കും? ആ മറുപടി നിങ്ങൾ ഗസ് ചെയ്താൽ മതി. അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം എന്താ അറിയോ? അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം അമ്മ യതവക്കൽ അലല്ലാഹി ഫഹു ഹസ്ബു. ഒരാൾ അള്ളാഹുവിനെ തവക്കുലാക്കുകയാണെങ്കിൽ അള്ളാഹു ഒക്കെ ഏറ്റെടുക്കുന്നല്ലേ, പിന്നെന്താ നമുക്ക് ടെൻഷൻ? മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ മരുന്നേ ഇല്ലാത്ത ഈ അസുഖത്തിന് ഡോക്ടർമാർ
ചികിത്സ തുടങ്ങിയപ്പോൾ ആ അസുഖം പിന്നെ കൂടുതൽ പ്രോഗ്രസ് ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു സന്തോഷം. അപ്പോൾ ഞാൻ ഷംജു, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ജീവിതത്തിലെ ഇങ്ങനത്തെ സന്ദർഭങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതീക്ഷയോടെ കൈകാര്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് പറ്റും. മുസ്ലിങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന യുക്തിവാദികൾക്ക് ഇതിൽ എന്ത് ഉത്തരം ഉണ്ടാകും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ റൈസ് ചെയ്യാം. ശരിക്കും ഈ വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അറിയേണ്ട ഒരു കാര്യം, പൊതുവിൽ വിശ്വാസികൾ ഇങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്തതെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്ന് മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പലരെയും കാണാൻ സാധിക്കും. അത്തരം ആളുകൾക്ക് ജീവിതത്തെക്കുറിച്ചും അവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ചും എന്താണ് കാഴ്ചപ്പാട് എന്ന് നമുക്ക് ചെറിയൊരു ക്ലിപ്പിലൂടെ കേൾക്കാം. ഒരു മനുഷ്യൻ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്താണ്? ഫിനാൻഷ്യൽ ക്രൈസിസ് ആണോ? റിലേഷൻഷിപ്പ് ക്രൈസിസ് ആണോ? അതൊന്നും അല്ലെന്ന് തോന്നുന്നു. ഏറ്റവും വലിയ ക്രൈസിസ് ഈ ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അതായത് നമ്മുടെ ഈ ജീവിതം എന്തിനാണെന്ന് ചിന്തിക്കുന്നു, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്നൊക്കെ സ്വയം ഒരു ഡൗട്ട് വരികയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും എത്തുന്നുണ്ടോ, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ, എൻ്റെ ഈ എക്സിസ്റ്റൻസിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ഐഡന്റിറ്റി ക്രൈസിസ്. ഞാൻ എൻ്റെ ഈ ജീവിതത്തിന് ശേഷം എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നറിയാത്തൊരവസ്ഥ. അപ്പോഴാണ് പലപ്പോഴും ആത്മഹത്യയിലേക്കും ലഹരിക്കൊക്കെ മനുഷ്യൻ പോവുക. ഇതിവിടെ മാത്രമല്ല, ഇവർക്ക് തുടക്കം അറിയില്ല, ഒടുക്കം അറിയില്ല. ഈ പറയുന്ന ആളുകൾക്ക് എവിടുന്ന് തുടങ്ങിയെന്നും അറിയില്ല, എവിടെയാണ് ക്ലോസ് ചെയ്യണതെന്നും അറിയില്ല. അത് അവരെന്നൊന്ന് പറഞ്ഞോട്ടെ. ബിഫോർ ബിഗ് ബാങ് എന്ന് പറയുന്ന ചോദ്യമുള്ളൂ. സമയം വെച്ചിട്ടാണ് മുൻപോ ശേഷമോ എന്ന് പറയുന്നത്. സമയം ഉണ്ടാകുന്ന നേരത്തിന് മുമ്പില്ല. ബിഗ് ബാങ്ങിലാണല്ലോ സമയം ഉണ്ടാകും. സമയവും കാലവും ഒരുമിച്ചാണ്. സമയവും അല്ലെങ്കിൽ ടൈമും സ്പേസും ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. ആ പോയിന്റിൽ നിന്നുകൊണ്ട് ഇതിന് മുമ്പ് എന്തെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ബൈ ഡെഫിനിഷൻ ടൈം സ്റ്റാർട്ട്സ് ദെയർ. അപ്പോൾ അതിന് മുമ്പ് എന്തെന്നൊരു ചോദ്യമില്ല. നമ്മളിപ്പോൾ കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ബസ്സിൽ നമുക്ക് കോഴിക്കോടിന് മുമ്പ് എന്തായിരുന്നു ചോദിച്ചിട്ട് കാര്യമില്ല. ബസ് പുറപ്പെടുന്ന കോഴിക്കോട്. സിമ്പിളായി പറഞ്ഞാൽ ശരിക്കും ഒരു മനുഷ്യൻ എവിടെ നിന്നാണ് വരുന്നതെന്നും അറിയില്ല, അയാൾ എങ്ങോട്ടാണ് പോണതെന്നും അറിയില്ല, അതിനിടയ്ക്ക് ആ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടതെന്നും അറിയില്ല. ഈ ടീമാണ് യഥാർത്ഥത്തിൽ ഇവിടെ മതപരമായ നിയമങ്ങളെയും അവരുടെ ചിന്തകളെയും അവർക്ക് പഠിപ്പിക്കപ്പെട്ട മൂല്യങ്ങളെയും കുറിച്ച് വലിയ ചോദ്യം ചെയ്യുന്ന ആളുകളായി മാറുന്നത്. ഇവിടെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ബിഗ് ബാങ് തിയറി എന്നാണ് പലപ്പോഴും പറയാ. പക്ഷെ ബിഗ് ബാങ് തിയറിയുടെ മുമ്പ് എന്താണെന്ന് ചോദിച്ചാലോ, അവിടെ എന്താണ് അങ്ങനത്തെ ഒരു ചോദ്യം? ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ഇൻവാലിഡ് ക്വസ്റ്റ്യൻ, അങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാ. ഇനിയോ മനുഷ്യൻ ജീവിക്കുന്നു, ജനിക്കുന്നു, ഉമ്മയുടെ ഗർഭപാത്രത്തിന് തൊട്ടു മുൻപ് അവൻ എവിടെയാണെന്ന് ചോദിച്ചാലോ, അങ്ങനത്തെ ഒരു ചോദ്യമില്ല. അത് ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആണ് എന്നാണ് അത്തരം ആളുകൾ പറയാം. ശുദ്ധമായി പറഞ്ഞാൽ അള്ള ഉണ്ട് എന്ന് പറയാനുള്ള മടി കൊണ്ട് മാത്രം, അവരുടെ ഈഗോ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് മാത്രം ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്ന ഒരു പരിപാടിയോടെ നടക്കുന്നത്. അതായത് ഒരാളിങ്ങനെ പറയണേ, എന്ത് ഒരു നീണ്ടിട്ടൊരു സാധനം ഉണ്ട്, അതിക്ക് പൊടി ഇങ്ങനെ ഇടും, എന്നിട്ട് അതിക്ക് പിന്നെ തേങ്ങ ഇങ്ങനെ ഇടും, എന്നിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കും. അതിന്റെ പേരെന്താണോടോ പറയൂ, എന്റെ പേരെന്താ? പുട്ട് എന്നാണ് പറഞ്ഞാൽ മതി, അത് പറയില്ല. പിന്നെ ഉദാഹരണം കോഴിക്കോടിന്റെ അപ്പുറത്ത് കണ്ണൂരും കാസർഗോഡും ഒക്കെ ഉണ്ട്. ഉദാഹരണമെങ്കിൽ എന്തെങ്കിലും യോജിപ്പും ബന്ധമൊക്കെ വേണമല്ലോ. അപ്പൊ ഭയങ്കര യുക്തിവാദികളും ഭയങ്കര സയൻസും, ഇയാൾ ഭയങ്കര സയൻസിന്റെ പേരിലാണ് അറിയപ്പെടുക. ഒറ്റ സിമ്പിൾ കാര്യമാണ്, ബിഗ് ബാങ്ങിന്റെ മുമ്പ് എന്തായിരുന്നു, ബിഗ് ബാങ് ആരാ ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്നാൽ ഇവര് ഒരു തലത്തിൽ എന്താണ്, നമ്മൾ ഈ കാട്ടിലെ പിന്നെ പുലിയെ പോലെയല്ല, മാനിനെ പോലെയല്ല, സിംഹത്തെ പോലെയല്ല എന്നൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട്. ഇത് മനുഷ്യന് അവന്റെ ഒരു ചിന്താ പ്രക്രിയ ഉണ്ട് എന്നുള്ളതിന് അവർ സമ്മതിക്കുന്നുണ്ട്. അതൊന്ന് പറഞ്ഞോട്ടെ. അല്ലാതെ 50 കൊല്ലം മുമ്പ് ആ കാട്ടിൽ ജീവിച്ചിരുന്ന കടുവ എങ്ങനെയാണ് ജീവിച്ചതെന്നോ, 100 കൊല്ലം മുമ്പ് അവിടെ കടുവ ഉണ്ടായിരുന്നോ എന്നോ ഇന്ന് ഒരു കാട്ടിൽ ജീവിക്കുന്ന കടുവ ചിന്തിക്കുന്നില്ല. പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളങ്ങനെയല്ല. നമ്മൾ 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ കൃഷി കണ്ടുപിടിച്ചതിനെക്കുറിച്ചും നാഗരിക സംസ്കാരങ്ങൾ ഉണ്ടാക്കിയതിനെ കുറിച്ചും ഒക്കെ നമുക്കറിയാം. നമ്മൾ എങ്ങനെയാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വളർന്നെത്തിയതെന്ന് നമുക്കറിയാം. നമ്മളിന്ന് ഭാവിയിലേക്ക് മനുഷ്യർ എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ നമുക്കുണ്ട്. അതിൽ പലതും കൃത്യമായി സംഭവിക്കാനും സാധ്യതയുള്ളവയാണ്. അപ്പോൾ നമുക്ക് ഈ ഭൂതകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഈ രണ്ട് എന്താ മനസ്സിലാവുന്നത്? മനുഷ്യന് മറ്റു മൃഗങ്ങളിൽ നിന്നും എന്തെല്ലോ പ്രത്യേകതയുണ്ട് എന്ന് അംഗീകരിച്ചു. മനുഷ്യൻ എന്തൊക്കെയോ സവിശേഷമായ ബുദ്ധിയും വികാരമുണ്ടെന്ന് അന്വേഷിച്ചു. തീർച്ചയായും മനുഷ്യന് ഉന്നതമായ ചില ലക്ഷ്യങ്ങൾ ആവശ്യമാണ് എന്നും സമ്മതിച്ചു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, ജീവിത ലക്ഷ്യം ചോദിക്കുമ്പോൾ അവിടെ ചെറിയൊരു പിഴവ് പറ്റി. ഇവിടെ ഇതേ മനുഷ്യനോട് തന്നെ എന്താണ് വൈശാഖ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. അതിന് അയാൾ പറയുന്ന മറുപടി ഒന്ന് കേൾക്കാം. ശരിക്കും എന്താ വൈശാഖ ജീവിതത്തിന്റെ അർത്ഥം?
എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ജീവിതത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ജീവിതത്തിന്റെ ഉദ്ദേശം ജീവിക്കുക എന്നുള്ളതാണ്. അത് ആ ഉദ്ദേശത്തോടു കൂടി നമ്മൾ ജനിക്കുന്നതല്ല. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവികളും അടിസ്ഥാനപരമായിട്ട് ശ്രമിക്കുന്നത്, എല്ലാ ജീവികളും എന്നാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മനുഷ്യരും എന്നല്ല, എല്ലാ ജീവികളും അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത്. കേട്ടല്ലോ നിങ്ങള്, ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിക്കലാണ്. നമ്മളെങ്ങനെ പറയാ, പഠിക്കുന്നതിന്റെ ലക്ഷ്യം പഠിക്കലാണ്, കുളിക്കുന്നതിന്റെ ലക്ഷ്യം കുളിക്കലാണ്, നടക്കുന്നതിന്റെ ലക്ഷ്യം നടക്കലാണെന്നൊക്കെ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് ഇന്റലക്ച്വലായ ഒരു മനുഷ്യൻ പറയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിക്കലാണ് എന്ന്. അപ്പൊ ഈ കടുവക്കും പുലിക്കൊക്കെ ഉള്ള മാരത്തൊരു ജീവിതം ഇവർക്കുള്ളൂ, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല അല്ലെ, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഒരു ആടുംകുട്ടിന്റെ ജീവിതം എന്നാലും പറയുമ്പോൾ ഭയങ്കര ഡെക്കറേഷനാണ്, പറയുമ്പോൾ ഭയങ്കര സയൻസ്, ഗവേഷണം, ചിന്ത അല്ലേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് വരെ പ്രശ്നമല്ല. ഇവിടുത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സുയർത്തുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം പടച്ചോന തരുന്നുണ്ട്. വേറെ ആര് പറഞ്ഞാലും ശരിയാവില്ല, വേറെ ആര് പറഞ്ഞാലും ശരിയാവില്ല. അപ്പോൾ അടിസ്ഥാനപരമായി ഇത്തരം ഒരു മേഖലയിൽ ഇവർ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരലോകം എന്നുള്ളൊരു വേർഡ് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഉള്ളത്. ആ പരലോകം എന്നുള്ള വേർഡ് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. ആ നിലയിൽ തന്നെ നമ്മൾ കാര്യങ്ങളെ കാണണം. തീർച്ചയായും ഇവിടെ ഈ മനുഷ്യൻ തന്നെ പരലോകത്തെക്കുറിച്ച് പറയാതെ അദ്ദേഹം ജീവിതത്തിന്റെ ലക്ഷ്യം ഒന്നും കൂടി വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യന് സവിശേഷമായി ഈ ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞെടുക്കാൻ പറ്റുന്ന അർത്ഥമെന്ന് അയാൾ തന്നെ ഒന്ന് പറയട്ടെ. ഇതുപോലെ മറ്റനേകം ഗാലക്സികൾ, ആ ഗാലക്സികളിലൊക്കെ നക്ഷത്രങ്ങളുണ്ട്, നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളുണ്ടാകാം, ഈ ഗ്രഹങ്ങളിൽ പലതരം ജീവനുണ്ടാകാം. നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് അറിവ് അവരെക്കുറിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അവരും ഒരുപക്ഷെ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ പ്രപഞ്ചത്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഏക മാർഗ്ഗം മനുഷ്യരായിക്കോണമെന്നില്ല, വേറെയും മാർഗ്ഗങ്ങളിലൂടെ പ്രപഞ്ചം ഇത് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മറ്റു ജീവികളെ താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം ചോദ്യങ്ങൾ മറ്റ് ജീവികളെ അലട്ടുന്നില്ല എന്ന് നമുക്ക് കാണാം. അതായത് മറ്റൊരു ജീവിയും ഈ പ്രപഞ്ചത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ച് ബോധേഡല്ല. ഇപ്പൊ സുഹൃത്തുക്കളെ കേട്ടല്ലോ നിങ്ങള്, എന്താ അദ്ദേഹത്തിന്റെ പ്രശ്നം? എന്താ ഉപരി ഗാലക്സികൾ വേറെ ഉണ്ടാകും, പിന്നെ വേറെ ജീവികളൊക്കെ ഉണ്ടാകും, പക്ഷെ പരലോകം ഉണ്ട് എന്ന് പറയാൻ മാത്രം അവർക്ക് പറ്റൂല. ഈ അവിടെ ഉണ്ടാകും എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അവിടെ ഉണ്ടാകും എന്ന് പറയാൻ പ്രത്യേകിച്ച് മൂപ്പർക്ക് എന്തെങ്കിലും അതിനുള്ള എവിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മൂപ്പരെ കയ്യിലില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് പരലോകം എന്നൊക്കെ പറയാനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. ആ വാക്ക് പറയുന്നതോടുകൂടെ പിന്നെ ഈ ഡിബേറ്റ് അവസാനിച്ചു. പിന്നെ അവർ യുക്തിവാദികളും യുക്തിവാദത്തിന്റെ പേരിൽ അറിയപ്പെടുന്നവരും നമ്മൾ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്നവരും ആകൂല. അപ്പൊ ഈ ഇത്തരം വിഷയങ്ങളിലൊക്കെയുള്ള വ്യക്തമായ ക്ലാരിറ്റി പ്രശ്നങ്ങൾ, ഐഡന്റിറ്റി പ്രശ്നങ്ങൾ ഇവർ കൃത്യമായി അനുഭവിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. തീർച്ചയായും ഇവിടെ ഇവർ തന്നെ പലപ്പോഴും പല ലക്ഷ്യങ്ങളും വിശദീകരിക്കാറുണ്ട്. നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ കൃത്യമായും സമർത്ഥിക്കുന്നത് ഇത്തരം ആളുകൾ പറഞ്ഞ് ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് അവസാനം എത്തിച്ചേർന്നത് എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേട്ടു നോക്കൂ, അയാൾ തന്നെ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് വളരെ എളുപ്പത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അയാൾ പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രജനനമാണ്. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉണ്ടാവലാണ് അടുത്ത പരിപാടി. പലപ്പോഴും ഇത്തരം ആളുകൾ മതത്തിന്റെ മേലെ ഏറ്റവും ആധികാരികമായി ആരോപിക്കുന്ന ഒരു ആരോപണമാണ് മതത്തിന്റെ വക്താക്കൾ എല്ലാവരും സെക്സിനെ കുറിച്ച് പറയുന്നവരാണ്, അവർ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് മാത്രം ചർച്ച നടത്തുന്നവരാണ് എന്ന്. ഇതിപ്പോ ഇവർ വിശദീകരിക്കുന്ന മാതിരിയാണെങ്കിൽ നമുക്ക് നല്ലോണം പറയാൻ അറിയത്. ജീവിതത്തിന് കാര്യമായിട്ട് ലക്ഷ്യമൊന്നുമില്ല, ആകെയുള്ള ലക്ഷ്യം എന്താ? റീപ്രൊഡക്ഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സയന്റിഫിക് ആണ്. നേരം വെളുത്ത് വൈകുന്നേരം വരെ നേളം വെളുത്ത് വരെയും എന്താ കുട്ടികൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾക്ക് ഞങ്ങളെ വാക്കുകൾ പ്രയോഗിക്കുന്നതിനും സംസാരിക്കുന്നതിനൊക്കെ കുറച്ച് മതപരമായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ എതിരാളികളാണ്, അല്ലെങ്കിൽ ഞങ്ങളെ വിമർശിക്കുന്നവരാണെങ്കിലൊക്കെ. ഇത് മറിച്ച് മറ്റേ വിഭാഗത്തിന്റെ അടുത്ത് കിട്ടിയ എന്താ പറയാ, അതും നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ കാണാം. മതത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നവരെ സംബന്ധിച്ച് വിശ്വാസികളെ കുറിച്ച് പറഞ്ഞ കമന്റും ഒന്ന് കേട്ടുപോകാം. ഒരു എത്തീസിന് എന്താണ് ലക്ഷ്യം? നിങ്ങൾ ഒരു മതവിശ്വാസിക്ക് ലക്ഷ്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞോ. മരണാനന്തര രതിയും ജോണി വാക്കർ അയാൾ പറഞ്ഞത് കേൾക്കണം. മതത്തിന്റെ ലക്ഷ്യം മരണാനന്തര രതിയും പിന്നെ ഒരു മദ്യത്തിന്റെ പേരുമാണ് പറഞ്ഞത്. ഇതാണ് മതത്തിന്റെ ലക്ഷ്യം. ഇത്രയും നേരം ഇവിടെ സംവദിച്ച യാതൊന്നും ആ മനുഷ്യൻ കേട്ടിട്ടില്ല. അയാൾ കേട്ടത് അത് മാത്രമാണ്, ബാക്കി കേൾക്കാം. പക്ഷെ അതാണ് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം? നമ്മളെങ്ങനെ ജീവിക്കുക, ഓരോ നിമിഷം ജീവിക്കുക. ഇപ്പോൾ ഓരോ ലക്ഷ്യമുണ്ട്. എനിക്കിത് ലക്ഷ്യം, ഇത് പറഞ്ഞു തീർക്കുക, കഥ പറഞ്ഞു തീർക്കുക, സാമ്പന്നമാണ്, അടുത്ത വേദിയിലേക്ക് പോവുക. അത് കഴിഞ്ഞ് ഓരോ ലക്ഷ്യം ഷോർട്ട് ടൈം ഗോൾസ് ആണ്, ചെറുതായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒരു അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ഗുഹാമനുഷ്യരുടെ ജീവിതത്തിൽ എന്തായിരുന്നു അർത്ഥം? അവരെന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? അവർ ജീവിച്ചു മരിച്ചു, അത്രേ ഉള്ളൂ. നമുക്ക് അർത്ഥം നമ്മൾ കൊടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അർത്ഥം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല.
എല്ലാ അർത്ഥവും നമ്മുടെ കാലാനുസരണമായിട്ട്, സമയാനുസരണമായിട്ട്, സന്ദർഭാനുസരണമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അർത്ഥം. ഇറ്റ് ഈസ് എൻ ആട്രിബ്യൂട്ടഡ് തിങ്, ഇറ്റ്സ് നോട്ട് എൻ ആക്ച്വൽ തിങ്. അപ്പൊ ആദ്യമായിട്ട് മനസ്സിലായിട്ട് അർത്ഥം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അർത്ഥം ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ലക്ഷ്യം രതി മാത്രമാണ്. മതത്തിന്റെ ലക്ഷ്യം രതി മാത്രമാണ്. പരലോകത്ത് നിന്ന് കിട്ടണ ലൈംഗിക സുഖം മാത്രമാണ് മതത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ലക്ഷ്യമല്ല. എന്നാൽ ഒരു ചങ്ങാതി പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം റീപ്രൊഡക്ഷൻ ആണെന്ന് കമന്റ് ചെയ്ത് പോകുകയും ചെയ്യുന്നു. അപ്പൊ തികച്ചും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യന്റെ മനസ്സുണ്ടാക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഉത്തരല്ല എന്നുള്ളതാണ് ഇതിന്റെ വിഷയം. അതുകൊണ്ടാണ് ഈ ഉരുളലും ഈ മറിയലൊക്കെ ഇവർക്ക് നടത്തേണ്ടി വരുന്നത്. ഇനി മൂപ്പരെന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അയാളുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, ഇപ്പം എൻ്റെ ലക്ഷ്യം ഇവിടെ സംസാരിക്കലാണ്, ഇത് കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യം ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങലാണ്, അത് കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യം ഇവിടുന്ന് വണ്ടി കയറി പോവലാണ്. ഇങ്ങനെയാണ് മൂപ്പര് ലക്ഷ്യമൊക്കെ മൂപ്പര് പറയാം. മൂപ്പർക്ക് അങ്ങനെ ലോങ് ടേം ആയ ലക്ഷ്യങ്ങളൊന്നുമില്ല. നാളെ എന്താണെന്ന് വെച്ചാൽ മൂപ്പർക്ക് അറിയാവുന്നില്ല. മൂപ്പർക്ക് ഇപ്പം കഴിഞ്ഞ് ഇങ്ങനെ പോയാൽ മതി എന്നുള്ളതാണ്. മൂപ്പരെന്ന് പറയട്ടെ, ജീവിതത്തിന് മൊത്തത്തിൽ ഒരു ലക്ഷ്യസ്ഥാനമോ ഒരു പർപ്പസോ ഇല്ലാതിരിക്കെ തന്നെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിനും ലക്ഷ്യസ്ഥാനവും പർപ്പസും ഉണ്ടാകാം. ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൂടെ പറഞ്ഞിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ടാർഗറ്റ്. സോ ദർ കുഡ് ബി ടാർഗറ്റ്സ് ആൻഡ് ഗോൾസ്, സ്റ്റിൽ ദർ മേ നോട്ട് ബി എനി ഡെസ്റ്റിനേഷൻ. ഓരോ നിമിഷത്തിലും നമുക്ക് ഓരോരോ അച്ചീവ് ചെയ്യാനായിട്ട്, ഇപ്പം ആഹാരം വിശക്കുമ്പോൾ എന്താണ് ആഹാരം കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ഒരു ടാർഗറ്റ്. ആഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പം പായ അല്ലേ, ഉണ്ടവൻ ഉറങ്ങിക്കോളാൻ വയ്യ, ഉണ്ണാത്തവൻ ഉണ്ടോളാൻ വയ്യ എന്ന് പറയുമ്പോൾ ഇവരെ രണ്ടുപേരുടെയും ടാർഗറ്റുകൾ ആ സമയത്ത് വ്യത്യസ്തമാണ്. അതെ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ആടുകുട്ടിന്റെ ജീവിതം, ഇവിടെ എന്തെങ്കിലും ഒരു ചെടി കണ്ടാൽ കടിച്ചു അല്ലേ, അല്ലെങ്കിൽ ഒരുത്തനെ ഒരു കോലുമുട്ടായി കണ്ടാൽ അത് തിന്നാം, കുറച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കണ്ടാൽ അത് കഴിക്കുക. അതല്ലാതെ ജീവിതത്തിൽ ഇതിനൊക്കെ ഒരു ഭയങ്കര ഇന്റലക്ച്വൽ സംഭവമായിട്ടും ബുദ്ധിപരമായ സംഗതിയായിട്ടും ഇതൊക്കെ കണ്ടിട്ട് അയാമാൻ എക്സ് മുസ്ലിം എന്ന് പറയുന്ന സാധുക്കളെ അവസ്ഥകളൊന്നും ആലോചിച്ചു കാണി. ഇവരൊക്കെ പറയുന്ന എന്തോ ഒരു സാധനത്തിന് എവിടെയോ ഏതോ ഒരു ഉസ്താദിനോട് പോയിട്ട് ചോദിച്ചു. അല്ല താജിക്ക, ഒരു കാര്യം ആഡ് ചെയ്യണം. ഇയാൾ ആരാന്ന് അറിയാത്ത കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇദ്ദേഹം കേരളത്തിലെ നാസ്തിക സംഘത്തിന്റെ ഔദ്യോഗിക നേതാവാണ്. ഔദ്യോഗിക വക്താവ് എന്ന് പറയുമ്പോൾ അവരുടെ ദൈവം, അവരുടെ പ്രവാചകൻ എല്ലാം ഇയാളാണ്. ഇയാൾ ശാസ്ത്രം പറഞ്ഞാൽ അതാണ് ശാസ്ത്രം, ഇയാൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അതാണ് ഇംഗ്ലീഷ് ഗ്രാമർ ഒന്നും പിന്നെ നോക്കാൻ പറ്റൂല എന്നാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, നമ്മളെ ഈ സാധുക്കളായ മുസ്ലിം പയ്യന്മാരുടെ കാര്യമാണ്. ഒരു ന്യൂനപക്ഷമാണെങ്കിലും അയാമാൻ എക്സ് മുസ്ലിം, ഞാൻ ഇന്നലെ വരെ മുസ്ലിം ആയിരുന്നു ഇന്ന് മുസ്ലിം അല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ പൊതുവെ കാണാറുണ്ട്. എന്താ, ഏതെങ്കിലും ഒരു ഹദീസിലെ ഒരു ഭാഗം എടുത്തിട്ട് ഇയാളോ ഇയാളെ പോലത്തെ കോട്ട് ചെയ്യും. ഇത് ചിലപ്പോ അയാളെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദിനോട് പോയിട്ട് ചോദിക്കും, ഈ ഉസ്താദ് ഇത് പഠിച്ചിട്ടുണ്ടാവില്ല, വേറൊരു ഉസ്താദിനോട് ചോദിക്കും. അപ്പോ അതോടുകൂടെ ഈ കുട്ടിയത്തിന് ഉത്തരം എന്താ, ഒരു ഉസ്താദിന് അറിയാത്ത ഭയങ്കര ഒരു പ്രശ്നാട്ടോന്നാ. എന്നാ ഇവരുടെ ജീവിത വീക്ഷണവും കാഴ്ചപ്പാടും ഒക്കെ ഇവർ ഉന്നയിച്ച വിഷയങ്ങൾക്കൊക്കെ കഴിഞ്ഞ 11 ഡയലോഗുകളിലൂടെ കൃത്യമായ മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്നിനു പോലും ഉത്തരമില്ലാത്തതുമില്ല. ഇത്തരം ആളുകൾ ഭയങ്കര ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ട്, ഭയങ്കര സംഭവം പറയുന്ന ആൾക്കാർ സംഗതിയാണ്. ജീവിത ലക്ഷ്യത്തെ കുറിച്ച് നിർണയം എന്താ, ഇപ്പൊ ഞാനിവിടെ ഇരിക്കുകയാണ്, ഇനി കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നീങ്ങും, പിന്നെ എനിക്കൊരു ചായ അടിക്കാൻ തോന്നും, പിന്നെ എനിക്കൊന്ന് ടോയ്ലറ്റ് പോകാൻ തോന്നും, അതാ ജീവിത ലക്ഷ്യം. അപ്പൊ ടോയ്ലറ്റ് പോകലും തിന്നലും കുടിക്കലും നടക്കലും ഉറങ്ങലും റീപ്രൊഡക്ഷനും, ഇത് ആകെ കൂടെ ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമായി ചില ആളുകൾക്ക് എടുക്കാനുള്ളത്. ഇനിയിപ്പോൾ ഈ പരിപാടിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഈ ജനിക്കുന്നവരും മരിക്കുന്നവരൊക്കെ എവിടേക്കാണ് പോകണമെന്നുള്ളത്. നിങ്ങൾ നോക്കിയും ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ കൃത്യമായ ഒരു കൽപ്പനയുണ്ട്. ഹൽ അത്ത അലൽ ഇൻസാനി ഹൈനും മിന ദഹ്ർ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ്, ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് എവിടെയാണ് എന്ന്. എന്നാൽ ഇയാളെക്കുറിച്ച് പറയുമ്പോൾ ഇയാൾ മനുഷ്യൻ ജനിക്കുന്നതിന് മുൻപ് എവിടെയെന്നും മരിക്കുന്നതിന് ശേഷം എവിടെയെന്നൊക്കെ കൂടെ വിശദീകരിക്കുന്നുണ്ട്. അത് നല്ല രസത്തിൽ കേൾക്കണം. നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലക്ഷ്യസ്ഥാനം വേണമെന്നില്ല, ലക്ഷ്യസ്ഥാനം ഇല്ല. പക്ഷെ അതൊരിക്കലും ജീവിതത്തിന്റെ മാറ്റു കുറയ്ക്കുകയോ അതിന്റെ സൗന്ദര്യം ഇല്ലാതാക്കുകയോ ചെയ്യുന്നില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എന്ന് പറഞ്ഞാല് എനിക്കത് ക്ലാരിറ്റി കിട്ടുമെന്നറിയില്ല. ജനിക്കണതിന്റെ മുമ്പ് നമ്മള് എന്താണ്, നമ്മളെ സെക്ഷൽ സെല്ലുകളായിട്ട് അല്ല പറഞ്ഞ സെക്ഷൽ സെല്ലുകളായിട്ടുണ്ടാവും. ഇനി മരിച്ചാലും സെക്ഷൽ സെല്ലുകളായിട്ടുണ്ടാവും, ആറ്റങ്ങളായിട്ടുണ്ടാവും, സെല്ലുകളായിട്ടുണ്ടാവും. അപ്പൊ ആറ്റത്തിൽ ഉണ്ട് എന്ന് പറയാൻ പ്രശ്നമല്ല, പരലോകം ഉണ്ട് പറയാനേ പ്രശ്നമുള്ളൂ അല്ലേ. പരലോകം ഉണ്ട് എന്ന് പറയാനേ പ്രശ്നമുള്ളൂ. ഇപ്പൊ വിശദീകരിച്ച് മെഴുകാണ് ആകെ, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്താ, ജനിക്കണതിന് മുമ്പ് ഓരോരുത്തരും അവരുടെ പാരന്റ്സിന്റെ മുതുകല്ലിൽ ഉണ്ടാവും, അത് കഴിഞ്ഞാലോ കഴിഞ്ഞാൽ പിന്നെ അടുത്തന്നെ ഉണ്ടാവും. അപ്പൊ എന്താണ് ഇതൊക്കെ പറഞ്ഞതിന് എന്താ ന്യായം, തെളിവെന്താ?
ഈ പറയണിന്റെ എവിഡൻസ് എന്താ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുക, അതൊന്നും ചോദിക്കൂല. ഇതൊരു തരം മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയിലേക്ക് കടന്നാൽ ഈ ആത്മീയ ഗുരുക്കളെയും കപട ആത്മീയ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നതിനേക്കാളും വലിയ അഡിക്ഷനാണ് യഥാർത്ഥത്തിൽ ഇവർക്കുള്ളത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, ഡയലോഗിന്റെ വേദിയിൽ വെച്ചിട്ടാണ് പറയുന്നത്. ഇവർ എന്തു മണ്ടത്തരം പറഞ്ഞാലും ആ മണ്ടത്തരങ്ങളെ മുഴുവൻ, അത് ഭാഷയിൽ അബദ്ധാണെങ്കിലും അത് ചരിത്രാബദ്ധാണെങ്കിലും അത് സയന്റിഫിക് അബദ്ധാണെങ്കിലും, ഇതേപോലത്തെ ഒരിക്കലും എന്താണ് വേവിച്ച വാകാത്ത പിന്നെ സംഗതിയാണെങ്കിലൊക്കെ അതെടുത്ത് കൊണ്ടെടുക്കലാണ് പലപ്പോഴും ഒരു വളരെ ന്യൂനപക്ഷമാകുന്ന ഒരു സമൂഹത്തിന്റെ അവസ്ഥ. അവരെ കാര്യം മഹാകഷ്ടം എന്നേ നമുക്ക് കമന്റ് ചെയ്യാനുള്ളൂ. അതിലൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇയാൾ പല പരിപാടികളും നടത്തും. അതിലൊരു പരിപാടി നടത്തിയപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, മരിക്കണതിന് ശേഷം എന്താണ് സംഭവിക്കാന്ന്. ഇവിടെ ഈ ഡയലോഗിന്റെ പ്രമേയമായി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുമെങ്കിൽ പിന്നെ ജീവിതം എന്തിന് എന്ന ചോദ്യത്തിന്റെ ഒരു ചെറിയ വേർഷൻ ആ കുട്ടി ചോദിച്ചു. അയാളെ മറുപടി ഒന്ന് കേൾക്കാം. സാർ, എൻ്റെ പേര് നയൻ. എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഒരു സെക്കൻഡ്, ഇത് നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ മൂപ്പര് ഭയങ്കര മിസൈൽ വേഗതയിൽ ഒരു മറുപടി പറഞ്ഞിട്ട് ഒരു നൃത്തം നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടി കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി ഉണ്ട്, ഒന്ന് കേൾക്കുക. എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യന്റെ മരണത്തിന് ശേഷം എന്താണ് ആഫ്റ്റർ സംഭവിക്കണം? മനുഷ്യൻ ജീർണിക്കും. ഭയങ്കര ഉത്തരമാണ്. മരിച്ചാൽ ജീർണിക്കും. മരിച്ചതിന്റെ ശേഷമല്ല അവസ്ഥ. ഈ കുട്ടി കറിയാത്ത മരിച്ച ജീർണിക്കുന്നു. അതൊരു ചോദ്യോത്തര പരിപാടിയിൽ നിന്ന് ഒരു ഉത്തരമായിട്ട് കിട്ടിയിട്ട് വേണോ? മരിച്ചാൽ ജീർണിക്കുന്നതിൽ ആർക്കാ സംശയമുള്ളത്? അപ്പോ സംഗതി എന്താ വെച്ചാൽ ചോദ്യത്തിന് ഉത്തരമല്ല, അപ്പോൾ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ്. ഇവർക്ക് പറയണമെങ്കിൽ ന്യായോ തെളിവോ മെഡിക്കൽ റിസർച്ചുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിന്റെ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിന്റെ പേപ്പേഴ്സ് ഒന്നും ആവശ്യമല്ല. മൂപ്പരിങ്ങനെ പറയാ, അനുയായികൾ ഇങ്ങനെ വിശ്വസിക്കുക. അതാ പറഞ്ഞ് ശരിക്കും ദൈവമാണ്. ഇയാൾ എന്ത് പറഞ്ഞോ അത് എടുക്കുക എന്നുള്ളതാണ്. നീ അതിന്റെ തുടർച്ച കൂടി മൂപ്പരന്നെ പറഞ്ഞോട്ടെ. ജീർണിക്കും. എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതെ, നല്ല ചോദ്യമാണ്. അടിപൊളി ചോദ്യം. ഓക്കെ, അയാൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അയാൾക്ക് പറയാണ്. ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അയാൾ എന്താണ് മരണത്തിന് ശേഷം സംഭവിക്കുന്നത് വിശദീകരിക്കേണ്ടത്, അതുകൊണ്ട് നമുക്ക് കേൾക്കാം. ചില ആൾക്കാർ പറയാറുണ്ട്, ഇതേ ശവം കിടക്കുന്നു, അയാൾക്ക് തൊട്ട് മുന്നേ വരെ ഓടിച്ചാടി കളിച്ച ആളാണ്, ഇപ്പോൾ അയാൾ അവിടെ കിടക്കുന്നു, ഇപ്പോൾ അയാളിൽ ഒന്നില്ല, അത് അയാളിൽ നിന്ന് പോയി, അതിനാണ് ജീവൻ എന്ന് പറയുന്നത്. അയാളിൽ നിന്ന് എന്തോ ഒന്ന് പോയി. ഇതേപ്പോ ശരീരമാണ് ജീവനെങ്കിൽ ഇവിടെ കിടപ്പുണ്ടല്ലോ എന്ന് പറയും. ചില ആൾക്കാർ പറയും ശരീരമാണോ ജീവൻ? ശരീരമാണ് ജീവൻ. മനസ്സിലാക്കുള്ളൂ, ശരീരമാണ് ജീവൻ. അവിടെ കിടക്കുന്നത് എന്താണ്? അത് ശരീരമല്ല, അത് ശവമാണ്. ഇറ്റ് ഈസ് നോട്ട് ബോഡി, ഇറ്റ് ഈസ് ഡെഡ് ബോഡി. വലിയ വ്യത്യാസമുണ്ട്, മനസ്സിലായോ? വലിയ വ്യത്യാസമാണത്. ബോഡി ആയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടാണ് ലൈഫ്. ഓക്കെ, അയാൾ പറഞ്ഞ വിശദീകരണം സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശരീരം കിടക്കുന്നുണ്ട്, ഒരു മയ്യത്ത് കിടക്കുന്നുണ്ട്, അപ്പോൾ അയാൾ മരിച്ചതാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം? അത് ബോഡിയാണ്. ഓക്കെ, അത് ശരീരമാണ്. അപ്പോൾ പിന്നെ ജീവൻ എന്താണ്? ജീവൻ തന്നെയാണ് ശരീരം. അപ്പോൾ ആ കിടക്കുന്ന ആൾക്ക് ജീവൻ ഉണ്ടോ? അയാൾക്ക് ജീവനില്ല. ജീവനുള്ളൊരു ശരീരവും ശവശരീരവും വലിയ വ്യത്യാസമുണ്ട്. അതൊരു പുതിയ അറിവാണല്ലോ, നിങ്ങൾക്ക് അറിയുന്നത്. അപ്പൊ സംഭവം എന്താ അറിയോ? ഇത് ഈ സാധാരണ ഈ ആത്മീയ ചൂഷണ വേദികളിലൊക്കെ ചില ആളുകൾ ഇങ്ങനെ പറയും, അത് എവിടെ ഉണ്ട് ഞാൻ പറയും, കേട്ടിട്ടില്ല? ഭയങ്കര ദൈവങ്ങളായി വരുന്ന ആൾക്കാരുടെ ശൈലി അത്. അതുണ്ടാകാൻ പാടില്ല, അതുണ്ടായിട്ടുണ്ട്, അത് ഉണ്ടാകുമ്പോൾ ഇനി ഉണ്ടാവുകയില്ല. അല്ല ബന്ധത്തിന്റെ കഥ. ഭയങ്കര ബുദ്ധിജീവിയും ഭയങ്കര പ്രൊഫസറും ഭയങ്കര എന്താ പറയാ യുക്തിവാദിയും ഭയങ്കര സംഭവമാണ് സാറെന്നാ വിളിക്കല് കേട്ടോ. ഭയങ്കര സാറാണ്. പക്ഷെ സാറ് പറയണെന്താ? അത് ബോഡിയാണ്, അത് ബോഡിയല്ല, ജീവണ്ട്, ജീവല്ല. ഇതെന്താ പറയുക? ഈ സെക്കൻഡ് ഇത്ര പോകുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ തുളച്ചട കയറിയപ്പോ ഉത്തരെല്ലാം ഉണ്ടെങ്കിൽ പറയട്ടെ നമ്മുടെ സാറ്. ഡയലോഗിൽ ഞങ്ങൾ ഈ പറഞ്ഞ ഭാഗം ഇട്ടിട്ട് സാറ് വിശദീകരിക്കട്ടെ, അദ്ദേഹം വിശദീകരിക്കട്ടെ. വിശദീകരിക്കുമ്പോ അത്ര പോകുന്ന കുട്ടികളെ വന്ന് നിങ്ങൾക്ക് മറുപടി പറഞ്ഞോളൂ. പക്ഷെ ഇവിടെ ഒരു കോമഡി ഉണ്ട്. താജുക്ക, നിങ്ങൾ വിചാരിച്ചപ്പോ മരുന്ന് കഴിഞ്ഞു എന്ന്? മൂപ്പര് മരുന്ന് കഴിഞ്ഞിട്ടില്ല. മൂപ്പക്ക് ഇതിലും നല്ലൊരു വിശദീകരണം ഇനി പറയാനുണ്ട്. മരണത്തെക്കുറിച്ച് ഒരു കുട്ടി വളരെ സിമ്പിളായി ചോദിച്ച ചോദ്യത്തിന് ഇനിയും ഇന്റലക്ച്വൽ ആയിക്കൊണ്ട് അദ്ദേഹം പറയുന്ന മറുപടി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മരണം അവസാനിക്കുന്നത് മരണത്തിൽ മാത്രമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ നമുക്ക് അവസരമില്ല. ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ മരിച്ച പിന്നെ മരിക്കില്ല. ഒന്നുകൂടി നോക്കാം, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വെക്കാം.
ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മരണം അവസാനിക്കുന്നത് മരണത്തിൽ മാത്രമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ നമുക്ക് അവസരമില്ല. ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ ഭയങ്കര ഹെഡ്ലൈന്. നമ്മളെ ഈ ചില ചാനലുകളിലൊക്കെ കാർഡ് മാത്രം ഇറക്കണ ചില ആൾക്കാരുണ്ട് ഇല്ലേ? കാർഡ് മാത്രം ഇറക്കണേ, കാർഡ് മാത്രമേ അവർ ഇറക്കുള്ളൂ. ഭയങ്കര ഭയങ്കര ഇതാ ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ടീമുണ്ട്. ഓൽക്ക് കൊടുക്കണത് എന്താ? ഒന്നാമത്തെ ബ്രേക്കിംഗ് എന്താ? നമ്മൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തിങ്കളാഴ്ച മരിച്ചു, ചൊവ്വാഴ്ച മരിച്ചു, ശനിയാഴ്ച മരിച്ചു, പിന്നെ മരിച്ചാൽ പിന്നെ മരിക്കുകയില്ല. അല്ല, അതിലൊരു വിഷയമുണ്ട്. മരിച്ചാൽ പിന്നെ മരിക്കൂല. അങ്ങനെയാണെങ്കിൽ പിന്നെ മരണം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. അയാൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. മരണം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മരിക്കുക എന്നുള്ളത് അയാളെ വിശദീകരിക്കട്ടെ. അതെ, മരണം എന്ന് പറയുന്ന സാധനം തന്നെ ഞാൻ കഴിഞ്ഞ ഏറ്റവും അടുത്തൊരു പ്രൊഫഷൻ പറഞ്ഞത്, മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെൽഫ് പ്രോഗ്രാമാണ്. പ്ലാൻ ഡെത്ത് ആണ് നമ്മളുടെ ഇതിലുള്ളത്. അതിന് പ്രധാനമായിട്ട് ഒരു കാരണം ഈ നിങ്ങൾക്ക് തന്നെ അറിയാം, ടെലിമീറുകളുടെ അറ്റം തേഞ്ഞ് സെൽ മൾട്ടിപ്ലിക്കേഷൻ്റെ റേറ്റ് കുറഞ്ഞ് മരണത്തിലേക്ക് ജീവി പോകുന്നതാണ്. മറ്റൊന്ന് ഓക്സിജനാണ് കാരണം. ഓക്സിജൻ ശ്വസിക്കുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മരണത്തിന് കാരണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഓക്സിജൻ ശ്വസിക്കണതാണ് ഉപരി മരണ കാരണം. പറഞ്ഞോളൂ. സിമ്പിളായി പറഞ്ഞാൽ നമ്മളിങ്ങനെ പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെല്ലുകളൊക്കെ പതിയെ, കോശങ്ങൾ മരിച്ചുകൊണ്ടിരിക്കണു. ശ്വാസം വലിക്കാൻ പറ്റാതെ നമ്മൾ മരിക്കും. അതാണ് മരണം. അതാണ് മരണം എന്ന് വളരെ ആധുനികമായ രൂപത്തിൽ ഇന്റലക്ച്വലായി മൂപ്പര് വിശദീകരിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. മൂപ്പർക്ക് ഈ പ്ലാൻ ചെയ്ത മരണം മൂപ്പരിൽ അപ്ലൈ ചെയ്യാൻ പറ്റണില്ല. മൂപ്പർക്ക് എപ്പോഴും മരിക്കാന്ന് അറിയില്ല. അപ്പൊ മൂപ്പര് അതിനെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. അല്ല, അതിന്റെ മുമ്പ് ഒന്നുകൂടി ഉണ്ട്. ഇതിപ്പോ പ്ലാനഡ് ആണെന്ന് പറഞ്ഞല്ലോ. ആരാ പ്ലാൻ ചെയ്യണേ? മൂപ്പര് ഓക്സിജൻ ഒക്കെ മൂപ്പര് സെറ്റ് ചെയ്യും. മൂപ്പരെ സോഡിയം മൂപ്പര് സെറ്റ് ചെയ്യും. മൂപ്പരെ പാങ്ക്രിയാസ് മൂപ്പര് സെറ്റ് ചെയ്യും. എന്നിട്ട് ഓരോന്നും ഇങ്ങനെ സെല്ലുകൾ ഇങ്ങനെ മരിക്കണീന്റെ കണക്കും ഡീറ്റെയിലൊക്കെ മൂപ്പര് എടുക്കോ? ഈ പ്ലാൻ ചെയ്യുന്ന ആൾക്കാണ് അള്ളാഹ് എന്ന് പറയണേ. ഒരു മനുഷ്യന് ഓക്സിജൻ കൊടുക്കണേ, വെള്ളം കൊടുക്കണേ, ബാക്കി എല്ലാം കൊടുക്കണേ റബ്ബ്. അത് പറഞ്ഞ ഈ വിഷയം തീർന്നു. എന്നാ ഈ നമ്മളെ സാറ് ഉണ്ടല്ലോ, ഈ സാറ് കിടന്ന് കൊട്ടിപ്പെടേണ്ട പ്രശ്നമല്ല, ഒരു വിഷയമല്ല. ഇത് പറഞ്ഞാൽ മതി. ഈ അള്ളാഹ് പരലോകം എന്നൊക്കെയുള്ള വേർഡിന്റെ മിസ്സിങ് വേണി കടന്ന് ഉരുളണേ. എന്നിട്ട് അത് രണ്ട് ഇംഗ്ലീഷോടെ വി ആർ പ്ലാനിങ് എന്നൊക്കെ പറയുന്നതോട് കൂടെ സാധുക്കൾ എന്തോ കാര്യമായിട്ട് സാർ വലിയ ഉത്തരൊക്കെ പറഞ്ഞു. ഇതിന് കൈയടിയൊക്കെ കിട്ടും. ഇതിന് കൈയടിക്കും. അതാണ് തുടർച്ചയായി കൈയടിച്ചോണ്ടിരിക്കും. ഇനി ബാക്കി കേൾക്കാം. നിങ്ങൾക്ക് പറയാൻ കഴിയില്ല നിങ്ങൾ എത്ര ദൂരെയാണ് ഡെത്തുമായിട്ട് എന്ന്. ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ എത്ര ദൂരെയാണ് ഡെത്ത്. ചിലപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾ ജീവിക്കും. ചിലപ്പോൾ വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഐ ഡു നോട്ട് നോ. സിമ്പിളായി പറഞ്ഞാല് മൂപ്പർക്ക് അറിയില്ല മൂപ്പര് എപ്പോഴാണ് മരിക്കാൻ, എത്ര ദൂരെയാണെന്ന് മൂപ്പർക്ക് അറിയില്ല. പക്ഷെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മൂപ്പര് പ്ലാനിലുണ്ട് എന്ത്, ഓക്സിജൻ എപ്പോഴാണ് തീരുക, എപ്പോഴാണ് മൂപ്പർക്ക് ഓക്സിജൻ വേണ്ടതൊക്കെ മൂപ്പര് പ്ലാനിലുണ്ട്. പക്ഷെ മൂപ്പർക്ക് എപ്പോഴാണ് മരിക്കാന്ന് അറിയില്ല. വളരെ സിമ്പിളായി പറഞ്ഞാൽ മരണത്തിപ്പോൾ കിടന്നിട്ട് കുടുങ്ങി മൂപ്പര്. മരണത്തിലായിട്ട് മരിക്കാൻ അറിയില്ലേ? അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഇത്തരം ആളുകൾ പലപ്പോഴും ഈ ചിന്താഗതികളെ, ഈ മരണവും ജീവിതവും പോലത്തെ വസ്തുതകളൊന്നും പരാമർശിക്കാതെ ഇവിടെ മതത്തെ അവഹേളിച്ച് വിദ്വേഷങ്ങൾ പരത്തി നടത്തും. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇവരെ പോലെയുള്ള ബുദ്ധിജീവികൾ അവർക്കിടയിൽ ഉണ്ടാവുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ചില ആളുകളുണ്ട്. ഏതറിയോ അതിലുള്ളൊരു വിഷയം, ഈ സയൻസും കാര്യമൊക്കെ വെച്ചിട്ട് ഇവർ പലപ്പോഴും ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കലും ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കലും ഇവരുടെ ബിസിനസ് നടത്തലാണ് പണി. ഇവർക്കൊക്കെ ഇതിന് കൃത്യമായി പറയുന്നതിനൊക്കെ കൃത്യമായി അതിൻ്റെ ഗുണങ്ങളുണ്ട്. എന്നാൽ മുസ്ലിങ്ങളൊന്നുമല്ല, മുസ്ലിങ്ങളല്ലാത്തവർ തന്നെ അവർ സയൻസും കാര്യമൊക്കെ പഠിക്കുമ്പോൾ അവരവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ചിലത് പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഗംഗാധരൻ ക്യാൻസർ ചികിത്സാ രംഗത്തെ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കമന്റ് കൂടി കേട്ട് നമുക്ക് പോവാം. നമ്മൾ MD MDM കഴിഞ്ഞ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കും. അതായത് ഞാൻ വിചാരിച്ചതിനപ്പുറം ഓങ്കോളജിയിൽ ഒന്നുമില്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ രോഗിയെ ഞാൻ രക്ഷപ്പെടുത്തുമില്ല, അങ്ങനെ വിചാരിച്ചുകൊണ്ട് വന്നിട്ട് വിത്തിൻ ഒരു 2 to 3 months നമ്മൾ മനസ്സിലാക്കുമായത് രക്ഷപ്പെടുന്നു വിചാരിച്ച പേഷ്യന്റ് ചിലപ്പം അടുത്ത ദിവസം മരിച്ചു കാണും. നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് മുദ്ര എഴുതി വിട്ട ഒരാള് ഹി മേ കം ബാക്ക് ആഫ്റ്റർ 2 years 3 years later ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ സത്യം മനസ്സിലാക്കുകയാണ്. അതായത് ഞാൻ പഠിച്ചൊരു ശാസ്ത്രം വേണ്ട വിധത്തിൽ പ്രയോഗിക്കാമെന്നതിനപ്പുറം അമാനുഷ്യമായ ഒരു കഴിവും എൻ്റെ കയ്യിലില്ല തിരിച്ചറിവുണ്ടല്ല. അപ്പോൾ നമുക്ക് സംതിങ് ബിയോണ്ട് യു, ഏതോ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായും മനസ്സിലാവും. വിച്ച് ഈസ് ബിയോണ്ട് യുവർ കൺട്രോൾ എന്നുള്ളത്. അതിനെങ്ങനെ വേണേൽ വിശേഷിപ്പിക്കാം. ഇവിടെ അമാനുഷ്യ ശക്തി എന്ന് വിശേഷിപ്പിക്കാം, ദൈവം എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. പക്ഷെ ദാറ്റ് ഇസ് സംതിങ് അബൌട്ട്. സഹോദരന്മാരെ, ഇത് എന്താ ഇവരുടെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഒരു ലിബറൽ ഇതിലേക്ക് എത്തുമ്പോൾ ഒരു നന്മയും ഒരാളെ സഹായിക്കലൊന്നുമില്ല. അസുഖമായാലും ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിക്കലൊന്നുമല്ല. അസുഖമായാൽ വേഗം പോയി കഞ്ചാവ് അടിച്ച് മരിക്കണം എന്നാണ് ഇവരുടെ തത്വം. അതുകൊണ്ട് മനുഷ്യന്റെ ലൈഫ് റിയാലിറ്റികളെ നേരിട്ട് കാണാനോ അവരെ സപ്പോർട്ടിനോടത്ത് പോകാനൊന്നും പറ്റൂല.
അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറെ അവർ ഫേക്കായിട്ട് ഉണ്ടാക്കിയ സ്യൂഡോ ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് കുറെ കപടമായ കാഴ്ചപ്പാടുകളുടെ ലോകത്ത് നിന്ന് നോക്കുമ്പോൾ ഇതൊന്നും കാണാൻ കഴിയില്ല. മറിച്ചൊരു പച്ച മനുഷ്യനായി തൻ്റെ മുന്നിൽ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന, ശ്വാസം നിലച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ച് മരണത്തിന് മുന്നിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനവൻ പഠിച്ച സയൻസും അയാളുടെ മുന്നിലെ മെഡിക്കൽ എക്യുപ്മെന്റ്സും മുഴുവൻ നിസ്സഹായമാകുമ്പോൾ ഒരു ഡോക്ടർക്ക് തോന്നുന്ന ഫീലിംഗ് ആണ് ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്ന ഫീലിംഗ്. ആ ഫീലിംഗ് അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവര് പറയുന്ന ഈ സയൻസ് ഒക്കെ പഠിച്ച ആളുകൾ തന്നെയാണ്. ഞങ്ങൾക്ക് മുസ്ലിം പേഴ്സണാലിറ്റീസിനെ കൊണ്ടുവരാഞ്ഞിട്ടല്ല, മുസ്ലിം അല്ലാത്ത ഒരാൾ നമ്മൾ കൊണ്ടുവരുന്നത്. ഇതാർക്കും ഇത് ഫിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമുണ്ട്. എല്ലാതും പറഞ്ഞ് ഇവരുടെ ഒരു ഫ്രെയിമിലേക്ക് ആക്കാനുള്ള കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് ഇത് കാണാതെ പോകുന്നേ ഉള്ളൂ. ഇനി ഇതിപ്പോ കേരളീയ യുക്തിവാദികളുടെ നേതാവിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. നിങ്ങൾ ശരിക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിലെ മുഴുവൻ നാസ്തികരും ഇദ്ദേഹത്തിന്റെ വായിൽ നിന്നുമാണ് അവരുടെ ജീവിത ലക്ഷ്യം തീരുമാനിക്കുന്നത്. ഇത്രയുള്ള ഈ ക്വാളിറ്റി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊന്നും ഇദ്ദേഹത്തിന്റെ മണ്ടത്തരങ്ങളല്ല. നിങ്ങൾ ഞെട്ടണ്ട, ഇദ്ദേഹത്തിന്റെ മണ്ടത്തരങ്ങളെല്ലാം അദ്ദേഹം കോപ്പി ചെയ്ത ഇതിനേക്കാളും വലിയ ഒരു മണ്ടത്തരം പറയുന്ന മനുഷ്യനുണ്ട്. അയാളുടെ ചെറിയൊരു ക്ലിപ്പ് കൂടി കണ്ട് നമുക്ക് ഇയാൾ എവിടെ നിന്നാണ് ഈ നോളജ് എടുത്തതെന്ന് കേൾക്കാം. How does evolution put into the meaning of life? What is the meaning of life if you're... What's the meaning of life on an evolutionary worldview? One thing to say is that the universe doesn't owe us any meaning. It could be that there is no meaning of life. And if so, that would be just tough. Okay, ഇദ്ദേഹത്തിന്റെ പേരാണ് റിച്ചാർഡ് ഡോക്കിൻസ്. റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്ന് നാസ്തികരുടെ ഔദ്യോഗിക പ്രവാചകനായി എണ്ണാൻ പറ്റുന്ന മനുഷ്യനാണ്. ഇതുപോലെ ക്രിസ്റ്റഫർ ഹിച്ചൻസിനെയും സാം ഹാരിസിനെയും പോലെയുള്ള ഒട്ടനവധി നാസ്തികർ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അവരുടെ എല്ലാം വർത്തമാനത്തിൽ ഒരേ ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടുക, മരിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല എന്നാണ്. ഇനി ഈ ഒരു ചിന്താഗതിയും വെച്ച് ലോകത്ത് ഈ നാസ്തികത പേര് നടക്കുന്ന ആളുകളെ പോലെ പ്രത്യേകിച്ച് അങ്ങനെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരു പക്ഷേ നമ്മളൊക്കെ ജീവിതത്തിൽ ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന പല ആളുകളുണ്ട്. പണത്തിന്റെ വിഷയത്തിൽ ലോകത്ത് ശതകോടീശ്വരനായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എലോൺ മസ്ക് എന്നാണ്. എലോൺ മസ്കിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയാം, അദ്ദേഹത്തിന്റെ ശതകോടീശ്വരനായ അദ്ദേഹത്തിന്റെ ബിസിനസിനെ കുറിച്ച് അറിയാം. ഇനി എലോൺ മസ്ക് ജീവിതത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ നടത്തുന്നു, ഒരുപാട് പുരോഗമനങ്ങൾ നേടിയെടുക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമെന്ന് അയാളൊന്ന് പറയട്ടെ. What's the meaning of life? Why are we here? What are the questions that we don't even know to ask? And where did you get when you asked what is the point of life? I came to the conclusion that, which is somewhat in the Douglas Adams Hitchhiker's Guide to the Galaxy school of thought, which is 42. But then it's like, what the heck does 42 mean? And it turns out... Okay, അദ്ദേഹം ജീവിതത്തിൽ ലക്ഷ്യമായി പറയുന്നത് 42 എന്നാണ്. 42 പറയുമ്പോൾ നിങ്ങൾ ആരും ഞെട്ടണ്ട, എങ്ങനെ ഇപ്പൊ ജീവിതത്തിൽ ലക്ഷ്യം 42 ആവാ? ഡഗ്ലാസ് ആഡം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പുസ്തകത്തിൽ അയാള് ജീവിതത്തിൽ ലക്ഷ്യം ചോദിക്കുന്നവരെ കളിയാക്കിക്കൊണ്ട് പറയാണ് 42 എന്ന് പറയുന്ന അക്കത്തിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ ലക്ഷ്യമായി വായിക്കാൻ പറ്റുക? അത്രയും നിസ്സാരമായൊരു ചോദ്യമാണ് അത് എന്നാണ് ഞാൻ പറയുന്നത്. ലോകത്ത് പണം വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ച് വലിയ രീതിയിൽ പ്രവചനങ്ങൾ നടത്തുന്ന ഒരു മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള ലക്ഷ്യത്തെക്കുറിച്ച് കമന്റാണത്. ഇത്തരം ആളുകളെല്ലാം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്ലാം പറയുന്ന കൃത്യമായ ലക്ഷ്യം നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം തെറ്റായ പല ലക്ഷ്യങ്ങളിലേക്കും എത്തിച്ചേരുക എന്നുള്ളതാണ്. ലാസ്റ്റ് ഒരു ഫൈനൽ വേർഡോട് പറഞ്ഞ നിർത്താം. അതായത് ചരിത്രത്തിലുടനീളം പല വിക്ഷേപണങ്ങളും നടന്നിട്ടുണ്ട്. ഈ വിക്ഷേപണങ്ങളുടെ ഉപഗ്രഹങ്ങളെയും കൊണ്ടുപോകുന്നത് റോക്കറ്റുകളായിരിക്കും. അത് ആകാശത്ത് പൊട്ടിത്തെറിക്കും, കോടികളെ പൊട്ടിത്തെറിക്കുക. ആ റോക്കറ്റിനെ തിരിച്ചിറക്കുന്ന വലിയ സാങ്കേതിക വിദ്യക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഈ വ്യക്തി, അല്ലേ? ഈ ഇത്രയും കപ്പാസിറ്റി ഉള്ള ആൾക്ക് അയാൾക്കാരുടെ ലൈഫിൻ്റെ ലക്ഷ്യം കണ്ടെത്താൻ പറ്റണില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫിൻ്റെ ലക്ഷ്യം ഭയങ്കര ബുദ്ധി നമുക്കുള്ളതുകൊണ്ട് കിട്ടൂല, അത് പടച്ച റബ്ബ് അനുഗ്രഹിച്ച് തരുന്ന വേണം. ആ വഴിയിൽ സത്യാന്വേഷണം സംഭവിക്കണം. പിന്നെ ഉത്തരങ്ങൾ ഷാർപ്പാകണമെങ്കിൽ, ഉത്തരങ്ങൾ മനസ്സിന് തൃപ്തിയുള്ളതാകണമെങ്കിൽ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഹൃദയവും മനസ്സുമൊക്കെ. പടച്ചോൻ്റെ അടുത്ത് നിന്ന് വരുന്ന ഉത്തരങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകുള്ളൂ, അത് മാത്രം മാച്ച് ആകുള്ളൂ, വേറെ ഒന്നും മാച്ച് ആകൂല. അതുകൊണ്ട് ചെറിയൊരു ഓട്ടപ്രദർശനമാണ് നമ്മൾ നടത്തിയത്. വളരെ വിശദമായി ഓരോന്നും റിയാക്ട് ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഹിദായത്ത് നിലനിർത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ബാറകല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.